എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലുവയ്ക്ക് അടുത്താണ്. മുട്ടം മെട്രോ സ്റ്റേഷനൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്ന രീതിയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ് ഈ കാണുന്ന വീടുകൾ വരുന്നത്. ഏകദേശം 5ഓളം വീടുകളാണ് ഈ ഒരു ഭാഗത്ത് പണി പൂർത്തിയായി വരുന്നത്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഏകദേശം 1-2ഓളം വില്ലകളൊക്കെ ആളുകൾ വന്ന് സംസാരിച്ച് സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. ബാക്കിയുള്ള ഏകദേശം 3-4 വില്ലകളാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് എലിവേഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ സെയിലായി പോകാനുള്ള റീസൺ. നിങ്ങൾ അതുകൊണ്ട് വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇവിടെ നിന്ന് മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 6.9 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ 6.2 കിലോമീറ്റർ. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4.8 കിലോമീറ്റർ. കാക്കനാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്കും 12 തന്നെയാണ്. എയർപോർട്ട് വളരെ ഈസിയാണ്. 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 4 സെന്റോളമാണ് നമുക്ക് ഇവിടെ ലാൻഡ് അളവുകൾ വരുന്നത്. 3.9, 3.95, 4 സെന്റ് എന്നിങ്ങനെയുള്ള അളവുകളിലാണ് വരുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീട് 3,900 ആണ് ലാൻഡ് അളവ്. 1,760 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നല്ല വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. മതിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നല്ല ഡിസൈനുകൾ, മതിലിനും ഗേറ്റിനൊക്കെ നല്ല ഡിസൈൻ ആണ് വരുന്നത്. മെയിൻ പില്ലറുകളിൽ ഷോലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ടെക്സ്ചർ വർക്കുകളും ഭംഗിയുള്ള കളർ പെയിന്റിങ്സ് ഉണ്ട്. ബ്രിക്ക് മോഡൽ വർക്കുകൾ വരുന്നുണ്ട്. ബാൽക്കണിയുടെ പോർഷനിലുള്ള നമുക്ക് ആ ഒരു ഗ്ലാസ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വീട് ഫുൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ കാർ പോർച്ച് കാണാം. 2 വീലേഴ്സ് വെച്ചിരിക്കുന്ന ഏരിയ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാർ നോക്കുവാണെങ്കിൽ വീടിന്റെ ലെഫ്റ്റ് സൈഡിലും പാർക്ക് ചെയ്യാം. ഫ്ലോർ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനൊക്കെ കോബിൾ സ്റ്റോൺസും ബാക്കിയുള്ള പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള സ്റ്റോണുകൾ കൊടുത്തിട്ട് അവിടെ എല്ലാം തന്നെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് കാർ പോർച്ചിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കിണർ ഈ ഒരു ഭാഗത്തായിട്ടാണ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഭംഗിയായിട്ട് ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലെ പോർഷനൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ബാക്ക് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയെല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ്, ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. വർക്ക് ഏരിയയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. ടയർ ഉൾപ്പെടെ എല്ലാം തിരിച്ചിട്ടാണ്, പൈപ്പ് കണക്ഷൻ എല്ലാം തന്നെ റെഡി ആക്കിയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ബാക്കി സ്പേസ് നോക്കിയാലും സ്റ്റോൺസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡ് ആണ് ഏരിയ. നല്ല സ്പേഷ്യസ് ആണ്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൂടെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെയും സൈഡിൽ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗ്രേ കളറുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. 3ഓളം ചെയറുകൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർ പോർച്ചിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ സിലിണ്ടർ ഷേപ്പുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആണ്, വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ബ്രൗൺ ഡിസൈൻ കൂടി വരുന്നുണ്ട്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വുഡൻ ആയിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ ആ ഒരു വോള് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഭംഗിയുള്ള ഡിസൈനുകളാണ് വരുന്നത്. വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. മെയിൻ ടി വി വെക്കാനുള്ള ബോർഡ് ബ്ലാക്ക് കളറാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ധാരാളം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ് സ്പേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളൊക്കെ നല്ല വുഡൻ ഫിനിഷോട് കൂടി വുഡൻ ഡിസൈൻ വരുന്ന ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസിന്റെ ഈ ഒരു പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10.5 അടി വീതിയുമാണ് കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഹാൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കുറച്ച് ഡെപ്തിൽ ചെയ്തിട്ട് അതിനകത്തും കംപ്ലീറ്റ് ആയിട്ട് അത് വുഡൻ ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് അതിനകത്ത് ഗ്രാസ് വിരിക്കുകയോ അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുക്കുകയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെബിൾസ് വിരിക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വിൻഡോസ് ആണ്. ഈ ഒരു ഭാഗത്ത് ഒരു ഡോർ ഉണ്ട്. ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. നമ്മുടെ ഒരു പാഷ്യൂ ഏരിയ ആണെന്ന് പറയാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഏരിയ കണ്ടതാണ്. നമുക്കിനി ഇവിടുത്തെ വാഷ് ഏരിയ നോക്കാം. വളരെ ആംബിയൻസ് കൊടുത്തിട്ട് തന്നെയാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഷേപ്പോട് കൂടിയിട്ടാണ് ഒരു മിറർ വരുന്നത്. ഗോൾഡൻ ബീഡിങ്ങുകൾ വരുന്നുണ്ട്. ജെറയുടെ ബ്ലാക്ക് കളർ വാഷ് ബേസിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ നോക്കിയാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്ലാന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗങ്ങൾ വരുന്നത്. ബാക്കി വരുന്ന ഏരിയകളെല്ലാം തന്നെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിനായിട്ട് നല്ലൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല മിററോട് കൂടിയിട്ടുള്ള ഒരു ഡോർ, മിറർ എഫക്റ്റ് ഉള്ള ഒരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ആണ്. അകത്തൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. മുകളിൽ നിങ്ങൾക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഷെൽഫുകളായിട്ട് തിരിച്ചിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്കാണ് കിച്ചന്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയൊക്കെ പാനലിംഗ് ആണ്. മുകളിൽ ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിടാനായിട്ട് നല്ല രീതിയിലാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആണ്. ഫ്രിഡ്ജിനായിട്ട് നിങ്ങൾക്ക് ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പോർഷൻ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. കളർ കോമ്പിനേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ടൈലുകളാണ് ഇവിടെ എല്ലാം വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെയാണ്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. എടുത്തു പറയേണ്ടത് കിച്ചണകത്തെ കളർ കോമ്പിനേഷൻ ആണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്ന സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയും കിട്ടുന്നുണ്ട്. ഒത്തിരി കബോർഡുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഒക്കെ അഡീഷണൽ ആയിട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ്. നിങ്ങൾ ഈ കബോർഡിന്റെ ഒക്കെ കിച്ചൺ ക്യാബിനറ്റ്സിന്റെ ഒക്കെ ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെയും വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നമ്മൾ പറഞ്ഞത്. തൊട്ടടുത്തായിട്ടുള്ള ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വർക്ക് ഏരിയ ഒക്കെ ആയിട്ടുള്ള സ്പേസിലേക്കാണ് ഓൾറെഡി പറഞ്ഞതാണ് ഫ്ലോർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെയായിട്ടാണ് താഴത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 12 അടി നീളവും 10.5 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കയറി വരുമ്പോൾ സ്ട്രേറ്റ് കാണുന്ന വോളില് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാൾപേപ്പർ ആണ്. 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു ലാമ്പും വരുന്നുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഭംഗിയുള്ള ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിഡിലായിട്ട് കൂടി നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജോൺസെല്ലും ജെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകളെല്ലാം സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ്. മൊറോക്കൻ ടൈൽസ് ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയകളൊക്കെ നോക്കുവാണെങ്കിൽ സ്പേഷ്യസ് ആണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി നമുക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഹാള് കിട്ടുന്നുണ്ട്. വരുന്ന സമയത്ത് ഹാളിന്റെ ഈ ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു ഡ്രോ ഫെസിലിറ്റി അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇങ്ങനെയായിട്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ റൂഫ് കാണാൻ പറ്റുന്നത്. ഭംഗിയാണ്, പക്ഷെ എന്നാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു റൂം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്ലാസ് വരാനുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. 14 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് തേർഡ് ബെഡ്റൂം വരുന്നത്.
ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളിൽ ഭംഗിയായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വിൻഡോസും ഒരു ഷോലായിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ബാക്കിയുള്ള 2 വിൻഡോസും വരുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നല്ലൊരു ഡിസൈനിലെ വാർഡ്രോബും ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം മൊറോക്കൻ ടൈലുകളൊക്കെ വരുന്നുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകളും ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിനകത്ത് നോക്കിയാലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അവിടെ ഗ്ലാസ് ഇടാനുള്ളതാണ്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടർ ഷേപ്പുള്ള ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ കാണാനുണ്ട്. ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് ഭംഗിയായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ്, ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഭംഗിയോട് കൂടിയിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ വരുന്നുണ്ട്. അതുകൂടാതെ റൂഫിൽ നോക്കുവാണെങ്കിൽ റൂഫ് സിമ്പിൾ ആയിട്ടാണ്, ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. TV വെക്കാനുള്ള ആ ഒരു വോൾ നോക്കിയാൽ ഭംഗിയുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. താഴെ ക്ലോസ്ഡ് കബോർഡുകൾ വരുന്നുണ്ട്. ഈ ഒരു കോർണർ പോർഷൻ ഇതുപോലെ ഓപ്പൺ കബോർഡുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ആണ്. ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അകത്തൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഭംഗിയായിട്ടാണ് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ്. ഏകദേശം 6ഓളം വില്ലകൾ വരുന്നുണ്ട്. 2-3 വില്ലകളൊക്കെ നമുക്ക് ഏകദേശം സെയിൽ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ് വീട് വരുന്നത്. മുട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും 6.9 കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ഇടപ്പള്ളി, ആലുവ, കളമശ്ശേരി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഈസി ആക്സസ് ആണ്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.9 ആണ് വരുന്നത്. നമുക്ക് 2-3 വീടുകൾ സെയിലിനുണ്ട്. 3.9, 4 സെന്റ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാറ്റഗറികളിലാണ് ലാൻഡ് വരുന്നത്. 1760 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. 3.9 സെന്റ് ലാൻഡിൽ 1760 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. നമുക്ക് 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ വെൽ വാട്ടർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാത്തിലും ഉപരി നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് ഭംഗിയായിട്ടും ക്യൂട്ടായിട്ടുമാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഓണർ വീടിന് ചോദിക്കുന്ന പ്രൈസ് 78 ലക്ഷം രൂപയാണ്. 78 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ്. നിങ്ങൾ മാർബിൾ ഹോംസ് വഴി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റി വീടുകൾക്ക് അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും വൈകണ്ട, നമ്പറുകൾ സ്ക്രീനിലുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ ലാൻഡുകളുടെയും വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.